മത്തായി സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം അതിലെ ചില വാക്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് ഉള്ള വംശാവലി, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെയുള്ള വംശാവലിയെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നതാണ്. ഈ വീഡിയോയിൽ ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം അതുമുതൽ ക്രിസ്തു വരെ 14 തലമുറ ഉണ്ടെന്ന് നമ്മളവിടെ കാണുന്നു. ബാബിലോൺ പ്രവാസം എന്ന് പറയുമ്പോൾ പ്രവാസത്തെക്കുറിച്ചും സാമ്രാജ്യ ശക്തികളെക്കുറിച്ചും ഒരു വിശദമായ പഠനം ഒരു വേദ പഠിതാവിന് അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അങ്ങനൊരു വിശദമായ പഠനത്തിന് താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഏതൊക്കെ സാമ്രാജ്യങ്ങളാണ് ഇസ്രായേലിനെ പ്രവാസത്തിൽ വച്ചിരുന്നതെന്ന് ഒരു ചെറിയൊരു വിശദീകരണം പറയാം. ഒന്നാമത് മിസ്രയീമാണ്. യാക്കോബ് യോസെഫിൻ്റെ കാലഘട്ടത്തിൽ യാക്കോബും തൻ്റെ മക്കളുമായിട്ട് ഏകദേശം 70 പേര് മിസ്രൈമിലേക്ക് പോയി 430 വർഷം അവിടെ 6 ലക്ഷത്തി ചില്ലുവാനം പുരുഷന്മാരടങ്ങുന്ന വലിയൊരു സമൂഹമായിട്ട് അവർ ഒരു രാജ്യമായിട്ട് വളർന്ന് വലുതായി. ആ അടിമത്വത്തിൽ നിന്ന് മോശെ മുഖാന്തരം ചെങ്കടൽ കടന്ന് അവർ മരുയാത്രയിലൂടെ കനാൻ ദേശത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഒന്നാമത് മിസ്രൈമ്യ പ്രവാസം, രണ്ടാമത് അശൂർ സാമ്രാജ്യത്തിന് തൊട്ട് മുൻപായിട്ട് ശലോമോന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ആ രണ്ടായിട്ട് വിഭജിക്കും. അതിനുശേഷം 540-550 BC-യിൽ ബാബിലോൺ സാമ്രാജ്യം തെക്കേ രാജ്യമാകുന്ന യഹൂദിയയെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ മൂന്നാമത്തെ സാമ്രാജ്യമായി ബാബിലോൺ, ഒന്ന് മിസ്രയീം, രണ്ടാമത് അശൂര്, 3 ബാബിലോൺ സാമ്രാജ്യം. അതിനുശേഷമായിട്ട് അവർ പ്രവാസത്തിൽ തന്നെ കുറേ ജനം തുടരുകയും കുറച്ച് പേര് മേദ്യ പാർസിയ സാമ്രാജ്യത്തിൽ തിരികെ ഇസ്രായേലിലേക്ക് വരികയും ചെയ്തു. എന്നാൽ തുടർന്ന് അങ്ങോട്ട് അവർക്ക് 1948-ൽ സ്വതന്ത്രമായ ഒരു രാജ്യം ലഭ്യമാകുന്നത് വരെ അവർ പ്രവാസത്തിൽ തന്നെയായിരുന്നു. പല രാജ്യങ്ങൾ, ലോകം മുഴുവനും മോശയിലൂടെ കർത്താവ് പറഞ്ഞ കൽപ്പനയനുസരിച്ച് അവർ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുകയോ ദൈവത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുകയോ ചെയ്തില്ലെങ്കിൽ പ്രവാസത്തിലേക്ക് പോകും. പല ജാതികളുടെ ഇടയിൽ, ഭൂമിയിലെ എല്ലാ ജാതികളുടെ ഇടയിൽ ചിതറിക്കപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം അവരനുസരണക്കേട് കാണിക്കുകയും പല പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അവർ അത് കാര്യമാക്കാതെ ഇരുന്നപ്പോൾ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ ജാതികളിലേക്ക് ദൈവം ചിതറിച്ച് കളവാനിടയായി തീർന്നു. അപ്പോൾ ദീർഘവർഷങ്ങൾ, ഏകദേശം 500-ലധികം വർഷങ്ങൾ പ്രവാചകന്മാരിലൂടെ ഈ ജനത്തോട് ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർ വിശുദ്ധിയിൽ നിലനിൽക്കുകയോ ദൈവത്തെ അനുസരിക്കുകയോ ചെയ്യാത്തത് മുഖാന്തരം ഏകദേശം 2000-ലധികം വർഷങ്ങൾ പ്രവാസത്തിൽ സ്വന്തമായൊരു രാജ്യമില്ലാതെ അവർ ജീവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തിന് ശേഷമായിട്ട് മേദ്യ പാർസിയ സാമ്രാജ്യം കഴിഞ്ഞിട്ട് അനന്തരമായിട്ട് ഗ്രീക്ക് സാമ്രാജ്യം വന്നു. മഹാനായ അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം വന്നു. തുടർന്ന് റോമ സാമ്രാജ്യം വന്നു. റോമ സാമ്രാജ്യ സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും സംഭവിക്കുന്നത്. അതിനുശേഷമായിട്ട് ഓട്ടോമൻ സാമ്രാജ്യം, പിന്നെ ചെറിയ ചെറിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സാമ്രാജ്യം ദീർഘവർഷങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യം. അങ്ങനെ ഏകദേശം 7 സാമ്രാജ്യങ്ങൾ ഭൂമിയിൽ, പ്രധാനപ്പെട്ട 7 സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 7-ലും ഇസ്രായേൽ പ്രവാസികളായിട്ട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി 8ാമതായിട്ടൊരു സാമ്രാജ്യമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോഴാണ് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് എതിർക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടമാകുന്ന 7 വർഷത്തെ ഒരു സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അവർ അടിമകളായി പോകും എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 18-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറയുമ്പോൾ
യേശുക്രിസ്തുവിൻ്റെ ആരംഭം അവിടെയാണെന്ന് നാം വിചാരിക്കരുത്. യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന ആ വിവരണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആരംഭമല്ലത്. യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യരൂപത്തിലാകാനായിട്ട് യേശു ഒരു മനുഷ്യ വേഷത്തിന് വേണ്ടി ജനിച്ചു എന്നേ ഉള്ളൂ. യേശുക്രിസ്തു അതിന് മുൻപേ ഉണ്ടായിരുന്നതാണ്. യേശുക്രിസ്തു ഉണ്ടായ ഒരു വ്യക്തിയല്ല, യേശുക്രിസ്തു ഉണ്ടായിരുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ അതിൻ്റെ 3-ാം വാക്യം വരെയും 14-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു. അത് നമുക്ക് ട്രാൻസ്ലേഷൻ എററാണ് അവിടെ വന്നത്. ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു. അപ്പോൾ ദൈവപുത്രനാണ് ജഡമെടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് ഇവിടെ വന്നത് എന്ന് നമുക്കവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ആദിയിൽ എന്ന് പറയുമ്പോൾ എന്തൊന്നിൻ്റെ ആരംഭത്തിലും ഏതൊന്ന് ആരംഭിക്കുന്നു അതിനു മുൻപേ അനാദികാലമായി തന്നെ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. സ്വയം യേശുക്രിസ്തു ഉണ്ടായതോ ദൈവം ഉണ്ടായതോ അല്ല. ആദ്യം ദൈവം ഉണ്ടായതല്ല, ദൈവം ഉണ്ടായിരുന്നു. ദൈവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വാക്കായിട്ടോ ഒരു വചനം, ഇംഗ്ലീഷ് പറയുന്ന വേർഡ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലല്ല യേശു ഉണ്ടായിരുന്നത്. പൂർണ്ണമായി ദൈവമായി തന്നെ, പൂർണ്ണമായ ദൈവമായി തന്നെ ദൈവപുത്രൻ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് നമുക്ക് മൂലഭാഷയിൽ ചെന്ന് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. എന്നാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, മനുഷ്യരാകുന്ന നാം ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, നാം പാപത്തിൽ വീണു പോയതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ യേശു ജഡത്തിൽ വെളിപ്പെടേണ്ടതായി വന്നു. ജഡത്തിൽ വെളിപ്പെടാനായിട്ട് യേശുവിന് ഒരു മനുഷ്യനായി വന്ന് ജനിക്കാനായിട്ട് ഒരു സ്ത്രീയുടെ ഉദരം ആവശ്യമായിരുന്നു. തന്നെ ഉദരത്തിൽ വളർത്തി ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കാൻ ഒരമ്മയുടെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം ചെറുതായി ആ ദൈവപുത്രൻ മനുഷ്യവേഷത്തിലായിട്ട് ഏറ്റവും ചെറിയ ഒരു ഒരു പ്രപഞ്ചത്തിൽ തന്നെ അടങ്ങാത്തവൻ, സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങാത്ത ദൈവപുത്രൻ ഒരു ചെറിയൊരു അണുവായി വന്ന് ഒരു അമ്മയുടെ ഉദരത്തിൽ ഏറ്റവും ചെറുതായി തീർന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമാകുന്ന ഒരു കാര്യം തന്നെയാണ്. മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യന് വേണ്ടി യേശുക്രിസ്തു വന്നതാണ്. നമുക്ക് അത് ഏറ്റവും അനുഗ്രഹമേറിയ ഒരു അനുഭവമാണ് എന്ന് ഞാൻ ഈ സമയം ഓർപ്പിക്കുകയാണ്. അപ്പോൾ മറിയ യേശുക്രിസ്തുവിനെ ജന്മം കൊടുക്കുന്ന സമയത്ത് കന്യകയായിരുന്നു, വിശുദ്ധയായ ഒരു പവിത്രമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു, എന്നാൽ വിവാഹം കഴിഞ്ഞില്ല. അവർ കൂടി വരും മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുക്രിസ്തു തൻ്റെ ഉദരത്തിൽ പ്രവേശിക്കുകയും താൻ ഒരു ശിശുവായി വളർന്ന്, അപ്പോൾ ഒരു അമ്മ ഒരു കുഞ്ഞിനെ അതിനെ ജനിപ്പിച്ച് വളർത്തുവാൻ ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഒരു അമ്മയിൽ നിന്ന് യേശുവിന് ആവശ്യമായി വന്നു. ആ കുഞ്ഞിൻ്റെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളിലും ഒരു അമ്മ എന്ത് ചെയ്യണമോ ആ കാര്യങ്ങളെല്ലാം വിശുദ്ധ കന്യകയായ മറിയ യേശുവിന് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ യേശുവിൻ്റെ ജനനം പ്രവാചകൻ പറഞ്ഞതുപോലെ കന്യക ഗർഭിണിയെ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞതുപോലെ കന്യക ഗർഭിണിയെ ഒരു മകനെ പ്രസവിച്ചു. വിശുദ്ധ മറിയത്തിലൂടെ യേശുക്രിസ്തു ജന്മം കൊണ്ടു. അതുവരെയും യേശുക്രിസ്തുവിൻ്റെ ജന്മം സംഭവിക്കുന്നത് വരെയും മറിയ യോസെഫിനെ വിവാഹം ചെയ്യാതെ, യോസെഫിനെ അറിയാതെ എന്ന് പറഞ്ഞാൽ ഒരു ശാരീരിക ബന്ധമില്ലാതെ അവർ ജീവിക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരു പുരുഷൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം യേശുക്രിസ്തു പുതിയ ഒരു സൃഷ്ടി അല്ല, യേശുക്രിസ്തു സൃഷ്ടാവാണ്. സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല, സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉള്ള ഒരു വ്യക്തി ഉണ്ട്, ആ ഉള്ള ആളെ പിന്നീട് ജനിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടായിരുന്നവൻ ഒരു അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കുവാൻ ഒരു പുരുഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പുതിയൊരു സൃഷ്ടി ഉണ്ടാകണമെങ്കിലാണ് ഒരു വിവാഹം, അതിനുശേഷം ഒരു പുരുഷൻ്റെ ആവശ്യവും വരുന്നത്. എന്നാൽ യേശുക്രിസ്തു പുതിയൊരു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. താൻ മനുഷ്യനായി വേഷത്തിൽ രൂപമെടുത്ത് ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്
കന്യക ഗർഭിണിയായി ആ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചത്. അങ്ങനെ ആ കന്യക ഗർഭിണി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആ യേശുക്രിസ്തുവിൻ്റെ നിത്യത്വത്വം അത് നമുക്ക് അവിടെ കാണാൻ കഴിയും. താൻ നിത്യനായ ദൈവമാണെന്ന്, അവൻ ആരംഭമില്ലാത്തവനാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.